മോൾജീസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന റെസിപ്പി റാഗി സേമിയ ഉപ്പുമാവാണ്. ഇത് കഴിക്കാൻ സ്വാദുള്ളതും പോഷകഗുണത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലുമാണ്. ഈ മില്ലറ്റിനെ പൊതുവെ പറയുന്നത് റാഗി എന്നാണ്. ഇതിനെ മലയാളത്തിൽ കുവരക് അഥവാ പഞ്ഞപ്പുല്ല് എന്നും പറയുന്നു. ഇംഗ്ലീഷിൽ ഇതിനെ ഫിംഗർ മില്ലറ്റ് എന്ന് വിളിക്കുന്നു. ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് വളരെയധികം ഉള്ളതുകൊണ്ട് റാഗിയുടെ പല വിഭവങ്ങളും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. പഞ്ഞിപ്പുല്ല് പൊടിയായിട്ടും അതിൻ്റെ പൂർണ്ണ രൂപത്തിലും മിക്ക കടകളിലും ലഭിക്കും. എന്നാൽ സേമിയ ചുരുക്കം ചില കടകളിലേ കാണാറുള്ളൂ. ഫെയർ നടന്നൊരു സ്റ്റോളിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത്. കുക്കിങ്ങിന് മുൻപായി ഒരു സബോള, 2 കഷ്ണം ഇഞ്ചി, ഒരു ക്യാരറ്റ്, അധികം എരിവില്ലാത്താണെങ്കിൽ 2 പച്ചമുളക് എന്നിവ അരിഞ്ഞു വെക്കുക. ഇവിടെ ഞാൻ എല്ലാം കൂടി ഫുഡ് പ്രോസസ്സറിലാണ് അരിഞ്ഞത്. കടുക് വറക്കാനായി കുക്കിംഗ് ഒലിവ് ഓയിലോ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഏതെങ്കിലും ഉപയോഗിക്കാം. ആവശ്യത്തിന് കറിവേപ്പില, കടുക്, ഉപ്പ് എന്നിവ കരുതുക. ആദ്യം സ്റ്റീമറിൽ വെള്ളമൊഴിച്ച് അടുപ്പിൽ വെക്കുക. പാക്കറ്റിലെ 400 ഗ്രാം റാഗി സേമിയ ഒരു ബൗളിലേക്ക് മാറ്റി കഴുകി സ്ട്രെയിൻ ചെയ്യുക. റാഗി സേമിയ വെള്ളത്തിൽ നിന്ന് പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ അലിഞ്ഞു പോകും. ആവി വരുന്ന സ്റ്റീമറിലേക്ക് കഴുകിയ റാഗി മാറ്റി 2 മിനിറ്റ് വേവിക്കുക. ഗ്യാസ് ഓഫാക്കി അടപ്പ് തുറന്ന് ഫോർക്കോ തവിയോ ഉപയോഗിച്ച് ഇളക്കുക. ഈ സമയം പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. ഇതിലേക്ക് 2 സ്പൂൺ ഉഴുന്നുപരിപ്പോ കപ്പലണ്ടിയോ ചേർക്കാം. എൻ്റെ കയ്യിൽ ആൽമണ്ട് ഫ്ലേക്സ് ഉള്ളതുകൊണ്ട് അതാണ് ഞാൻ ചേർത്തത്. ഇതിലേക്ക് കറിവേപ്പില, അരിഞ്ഞു വെച്ച ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിളക്കുക. ഈ സമയം നിങ്ങളുടെ താല്പര്യമനുസരിച്ച് മറ്റു പച്ചക്കറികളും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി ആവശ്യമെങ്കിൽ 1-2 സ്പൂൺ വെള്ളവും ഒഴിച്ച് അടച്ചു വെച്ച് 1 മിനിറ്റ് വേവിക്കുക. അടപ്പ് തുറന്ന് തേങ്ങാപ്പീര ആവശ്യാനുസരണം ചേർത്ത് ഹെൽത്തിയായും രുചികരവുമായ റാഗി സേമിയ ഉപ്പുമാവ് തയ്യാറാക്കാം. ഇത് 4-5 പേർക്ക് കറികൾ കൂട്ടിയോ പഞ്ചസാര ചേർത്തോ കഴിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ഹാവ് എ നൈസ് ടൈം.